ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും ഈ 2025 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്തു പഠിച്ചു? ഞാൻ പഠിച്ചത് ആർക്ക് വേണ്ടിയിട്ടും ജീവിതം മാറ്റിവെക്കരുതെന്നും നമുക്ക് വേണ്ടിയിട്ട് കുറച്ചു കാലം ജീവിക്കണമെന്നും മറ്റുള്ളവരുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നും നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമാത്രമേ നമുക്കുള്ളൂ എന്നും പണത്തിന് മൂല്യമുണ്ടെന്നും പണമാണ് ഏറ്റവും വലുത് എന്നും ജീവിതത്തിൽ സന്തോഷം വരും, അതിൽ ഒത്തിരി അമിതമായിട്ട് ആഹ്ലാദിക്കേണ്ടെന്നും അതിന് പുറകെ ദുഃഖം വരുമെന്നും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ ആവശ്യപ്പെട്ട കാര്യമാണെന്നും എല്ലാവരെയും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇല്ലേ? വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാനൊന്ന് ശ്രമം നടത്തുക, നമുക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിക്കുക. മക്കളും ഭർത്താവും കുടുംബവും ഭാര്യയും എല്ലാം അത് രണ്ടാം ഭാഗം മാത്രമാണെന്ന് ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ 2026 നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതം നല്ല നിലയിൽ എത്തിക്കാനും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാതെ ഇനിയും കരഞ്ഞുകുത്തി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് ജീവിതവും കളഞ്ഞ് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ചോദിക്കും, ഈ 2026 നീ ഇതൊക്കെയല്ലേ ചെയ്തത്, 2025 ഇതൊക്കെ അല്ലായിരുന്നോ എന്ന് ചോദിക്കും. അത് കേൾക്കണേക്കാളും ഭേദമല്ലേ നമുക്ക് വേണ്ടിയിട്ടൊന്ന് കുറച്ചൊരു സന്തോഷമെങ്കിലും കണ്ടെത്തുന്നത്? ശരിയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒന്ന് മൂല്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിക്കുക, അത്രമാത്രം.